യേശു ക്രിസ്തു സകല പ്രശ്നങ്ങൾക്കും പരിഹാരകനാണ്. അനേകർ നിരാശയിലൂടെ കടന്നു പോകുന്നു, ഭാരത്തിലൂടെ കടന്നു പോകുന്നു, സങ്കടത്തിലൂടെ കടന്നു പോകുന്നു. അവർക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിധം, അവർക്ക് ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ ഒരു പരിഹാരം കിട്ടാത്ത വിധം വലഞ്ഞു കഴിയുന്ന ഒരു കൂട്ടം ജനം. എന്നാൽ അവരെ തേടി ഒരു പരിഹാരകൻ വരുന്നു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണോ? കടബാധയിൽ കഴിയുന്ന ഒരു മനുഷ്യനെ തേടി ഇതാ അവന്റെ കടം മുഴുവൻ വീട്ടുവാൻ തക്കവണ്ണം കഴിവും അധികാരമുള്ള ഒരാൾ അവനെ തേടി, ഇങ്ങനെ ഒരു കടബാധയുള്ള മനുഷ്യൻ ഇവിടെ ഉണ്ടോ എന്ന് തേടി ആ നാട്ടിൽ വന്ന് അവനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അവനോട് പറയുക, മോനെ നിന്റെ കടം മുഴുവൻ ഞാൻ വീട്ടിൽ തരാമെന്ന് പറഞ്ഞാൽ അത് എന്തൊരു വലിയ അത്ഭുതമാണ്, അത് എന്തൊരു വലിയ ശ്രേഷ്ഠമായ കാര്യമാണ്. പ്രതിസന്ധികളാകാം, പ്രശ്നങ്ങളാകാം, കഷ്ടപ്പാടുകളാകാം, ഞെരുക്കങ്ങളാകാം, അങ്ങനെ നൂറ് വിഷയങ്ങളാകാം, കുടുംബത്തിലെ അസ്വസ്ഥതകളാകാം, അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധത്തിലുള്ളതായ ചില ഉലച്ചിലുകളാകാം, നൂറ് വിഷയങ്ങൾ, നൂറ് വിഷയങ്ങൾ. എന്നാൽ ഈ വിഷയങ്ങൾക്കെല്ലാം പരിഹാരകൻ 100 പേരില്ല, ഒരാളേ ഉള്ളൂ. ആരാണത്? യേശു ക്രിസ്തു. യേശുവിന്റെ സന്നിധിയിൽ പരിഹാരമില്ലാത്ത എന്ത് വിഷയമുണ്ട്? എന്ത് വരൾച്ചയുമാകട്ടെ, നിങ്ങൾ യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലണം. യേശു നിങ്ങളുടെ അടുക്കിലേക്ക് വരും. അല്ല, നിങ്ങൾക്ക് യേശുവിന്റെ അടുക്കിലേക്ക് വരുവാൻ ഒരു വിളി കിട്ടിയാൽ, ഒരുപക്ഷെ അതൊരു നോട്ടീസ് മുഖാന്തരമാകാം, യൂട്യൂബ് ചാനലിലൂടെ വന്ന ഏതെങ്കിലും ഒരു അഡ്വർടൈസ്മെന്റ് മുഖാന്തരമാകാം, ആരെങ്കിലും നിങ്ങളെ വിളിച്ചത് മുഖാന്തരമാകാം, എങ്ങനെയും ആകട്ടെ, ഒരു വിളി ലഭിച്ചാൽ അത് തട്ടിക്കളയരുത്. വിളി ലഭിച്ചാൽ അത് തൊഴിച്ചു കളയരുത്. അങ്ങനെ കളയുന്നവരുണ്ട്. കർത്താവിന് സ്തോത്രം. യേശു നിങ്ങളെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്ന് വിളിച്ചിട്ട് പോകാനല്ല പ്രിയരെ യേശു നിങ്ങളെ വിളിക്കുന്നത്. യേശു നിങ്ങളുടെ അരികിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഒന്ന് ഹായ് പറഞ്ഞ് നിങ്ങളുടെ ജസ്റ്റ് ഒന്ന് ക്ഷേമം അന്വേഷിച്ച് പോകാനല്ല യേശു വരുന്നത്. യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന വ്യഥകളും വേദനകളും സങ്കടങ്ങളും ഒറ്റപ്പെടുത്തലുകളും എല്ലാം യേശു ഏറ്റെടുത്ത്, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം യേശു ഏറ്റെടുത്ത് അതിന് പരിഹാരം തരാനാണ് യേശു വരുന്നത്. നീക്കുപോക്ക് തരാനാണ് യേശു വരുന്നത്. അതിന് പോക്കുവഴി തരാനാണ് യേശു വരുന്നത്. നിങ്ങളെ തന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കാനാണ് യേശു വരുന്നത്. ഈ സമാധാനം നിങ്ങൾക്ക് വേണമോ? യേശുവിലേക്ക് വരിക.